ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നറൂട്ടോ സീരീസിൽ നാഗട്ടോ ഉസുമാക്കി അല്ലെങ്കിൽ പെയിനിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ചെറിയ വയസ്സിൽ തന്നെ നമ്മുടെ നാഗട്ടോക്ക് റെനിഗൺ ഉണ്ടാകും. ഈ ഒരു റെനിഗൺ ആരാണ് ഇംപ്ലാന്റ് ചെയ്തത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാതറയാണ്. അതായത് നമ്മുടെ മാതറ ഉച്ചയ മരിക്കാനായ ആ ഒരു അവസ്ഥയിലാണ് റെനിഗൺ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ടൊരു ഹ്യൂമൻ റെനിഗൺ ആക്ടിവേറ്റ് ചെയ്തത് നമ്മുടെ മാതറയാണ്. അങ്ങനെ താൻ മരിച്ചാലും ഈ ഒരു റെനിഗൺ പോകരുത് എന്ന് കരുതിയാണ് നാഗട്ടോക്ക് ഇംപ്ലാന്റ് ചെയ്ത് വെച്ചത്. നാഗട്ടോ പണ്ട് ജീവിച്ചിരുന്നത് റെയിൻ വില്ലേജിലായിരുന്നു. ഈ സമയത്ത് റെയിൻ വില്ലേജും ലീവ് വില്ലേജും തമ്മിൽ ഒരു വലിയ വാർ നടക്കുന്നുണ്ടാകും. അപ്പോഴാണ് ലീവ് വില്ലേജിലെ ഷിനോബീസ് ഇവിടെ വന്ന് നാഗട്ടോയുടെ പാരന്റ്സിനെ അങ്ങ് കൊന്നു കളയും. ഇത് കാണുന്ന നാഗട്ടോ ഉസുമാക്കി ആണെങ്കിൽ ആ ഒരു ദേഷ്യത്തിൽ റെനിഗൺ ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു 2 ലീഫ് വില്ലേജിലെ ഷിനോബീസിനെയും അങ്ങ് കൊന്നു കളയുന്നു. ഇപ്പോൾ നാഗട്ടോയുടെ പേരൻസ് മരിച്ചത് കൊണ്ട് തന്നെ താൻ ഇപ്പോൾ ഒറ്റക്കായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓരോ വീടുകളിലും കടകളിലും ഒക്കെ ചെന്ന് എനിക്ക് വിശക്കുന്നു, വല്ലതും കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഈ സമയം വാറ് നടക്കുന്നത് കൊണ്ട് തന്നെ നാഗട്ടോയെ ആരും സഹായിച്ചിട്ടുമില്ല. അങ്ങനെ തന്നെ ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നാഗട്ടോ പതിയെ വിശന്ന് മയങ്ങി വീഴുന്നു. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ കോനാൻ ആദ്യമായിട്ട് നാഗട്ടോയുടെ അടുത്തെത്തുന്നത്. നാഗട്ടോയുടെ അടുത്തെത്തിയതിനു ശേഷം തന്റെ കയ്യിലുണ്ടായ ഫുഡും അവന് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ കോനാൻ പറയും, ഞങ്ങൾ ഒരു കേവിലാണ് കഴിയുന്നത്, നീയും ഞങ്ങളുടെ കൂടെ നിന്നോ എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് പോകും. അതുപോലെ തന്നെ നാഗട്ടോയുടെ കൂടെ ഉണ്ടായ ആ ഒരു പട്ടിക്കുട്ടി എടുത്താണ് ഇവർ പോകുന്നത്. അങ്ങനെ കോനാനും നാഗട്ടോയും കേവിലെത്തിയ സമയത്താണ് ആദ്യമായിട്ട് നമ്മുടെ നാഗട്ടോ യായിക്കോയെ കാണുന്നത്. അങ്ങനെ പോകെ പോകെ ഇവർ 3 പേരും ഫ്രണ്ട്സ് ആയിട്ട് മാറുന്നു. ഇവർ എന്ത് പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ 3 പേരും ഒരുമിച്ച് ഉണ്ടാകും. അങ്ങനെ ഇത് കഴിഞ്ഞ് ഇവർ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കടയിലും പോയി 2 പേർ ആ ഒരു കടക്കാരോട് സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ആളാണെങ്കിൽ ആരും കാണാതെ ആ ഒരു കടയിൽ നിന്നും ഫുഡൊക്കെ അടിച്ചു മാറ്റി ഇങ്ങനെയാണ് ഇവർ ഫുഡൊക്കെ കഴിച്ചിരുന്നത്. ഇവർ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ വാർ നടക്കുന്നത് കൊണ്ട് തന്നെ ആരും പരസ്പരം സഹായിക്കാനില്ല. അതുകൊണ്ട് ഇവർക്ക് വേറെ വഴിയുമില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം 3 പേരും പുറത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ അടുത്ത് ഒരു കുണായി വരുന്നത്. ആ ഒരു കുണായിലാണെങ്കിൽ പേപ്പർ ബോംബ് ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പർ ബോംബ് പൊട്ടിത്തെറിച്ച് ആ ഒരു ഇമ്പാക്റ്റിൽ 3 പേരും തെറിച്ച് വീഴുന്നു. ഈ സമയം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാഗട്ടോയുടെ കൂടെയുണ്ടായ ആ ഒരു പട്ടിക്കുട്ടിയും ഇവിടെ മരിച്ചു പോകുന്നു. ഈ സമയത്താണ് നമ്മുടെ യാഹിക്കോ ഔട്ടർ സൈഡിൽ നിന്നും ഒരു വിഷയം നോട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹാൻസോയും അതുപോലെ ലീഫ് വില്ലേജിലെ 3 ലെജൻഡറി സനിയൻസും തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. ഇത് നോട്ട് ചെയ്ത യാഹിക്കോ പറയും, നമ്മളും ഇതുപോലെ നിഞ്ചിറ്റ്സു ഒക്കെ പഠിക്കണം. ഇവര് 2 പേർക്കും ഇടയിൽ നടക്കുന്ന ഈ ഒരു യുദ്ധം അതിനൊരു അർത്ഥവുമില്ല. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും ഈ ജുട്സു ഒക്കെ പഠിച്ചെടുത്ത് പവർഫുൾ ആയി മാറി ഈ ഒരു ലോകത്ത് സമാധാനം കൊണ്ടുവരുമെന്ന് യാഹിക്കോ പറയും. ഇത് കേൾക്കുന്ന നമ്മുടെ നാഗട്ടോ ആണെങ്കിൽ തന്റെ കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ ഓർത്ത് യാഹിക്കോയെ പോലെ തനിക്കും ഈ ഒരു ലോകത്ത് സമാധാനം കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യവും വരുന്നു. അങ്ങനെ ഇവർ ആദ്യം തന്നെ 3 പേരും മോഷ്ടിച്ച ആ ഒരു ഫുഡൊക്കെ അതത് സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ലീവ് വില്ലേജിലെ ഷിനോബിയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും നിഞ്ചിറ്റ്സു പഠിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ ഇവർ 3 പേരുമാണെങ്കിൽ ലീഫ് വില്ലേജിലെ ലെജൻഡറി സനിയൻസിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ ഒരുവിധം ഇവരെ കണ്ടുപിടിച്ച് ജിറായ, സുനാഡെ, ഒറോച്ചിമാറു ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. ഇവരുടെ അടുത്ത് എത്തിയ ഉടൻ തന്നെ നമ്മുടെ യാഹിക്കോ പറയും, ഞങ്ങൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്, നമുക്ക് നിഞ്ചിറ്റ്സു പഠിപ്പിച്ചു തരുമോ എന്നും ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട ഒറോച്ചിമാറു ആണെങ്കിൽ നിങ്ങളൊന്നും ഇവിടെ ജീവിക്കാൻ തന്നെ അർഹനല്ല എന്ന് പറഞ്ഞ് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിറായ അത് തടഞ്ഞ് ഒറോച്ചിമാറു, സുനാഡെ 2 പേരും ലീവ് വില്ലേജിലേക്കും തിരിച്ചു പോയിക്കോ, ഞാൻ ഇവരുടെ കൂടെ നിൽക്കുകയാണ് എന്നും പറഞ്ഞ് ജിറായ ഇവരുടെ 3 പേരുടെയും കൂടെ പോകുന്നു. അങ്ങനെ ഇവർ 3 പേരും പിന്നെയും പറയും, ജിറായ മാസ്റ്റർ നമുക്ക് ഈ നിഞ്ചിറ്റ്സു പഠിപ്പിച്ചതാ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജിറായ മാസ്റ്റർ ആണെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഹിഡൻ സ്റ്റോണിലുള്ള ചില ഷിനോബീസ് യാഹിക്കോനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കാണുന്ന നാഗട്ടോ ആണെങ്കിൽ ഇമോഷണലായി ആ ഒരു റിനിഗൺ ആക്ടിവേറ്റ് ചെയ്ത് അവരൊക്കെ അടിച്ചിടുന്നു. ഈ സമയത്താണ് നമ്മുടെ ജിറായ മാസ്റ്റർ നാഗട്ടോയുടെ കണ്ണിലുള്ള ആ ഒരു റിനിഗൺ കാണുന്നത്. ഇത് ആ ഒരു ഐ അല്ലേ, റിനിഗൺ സെയ്ജോ 6 പാത്തിന്റെ ഐ. അങ്ങനെ ജിറായ ഇതൊക്കെ പറഞ്ഞ് ഇനി ഒരുപക്ഷെ ചൈൽഡ് ഓഫ് പ്രോഫസി ഇവനാണോ എന്ന് കരുതി നമ്മുടെ ജിറായ ആണെങ്കിൽ കോനാൻ, യാഹിക്കോ, നാഗട്ടോ ഇവർക്ക് 3 പേർക്കും ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ നമ്മുടെ ജിറായ മാസ്റ്റർ ആണെങ്കിൽ കുറച്ചു വർഷം ഇവർക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്തു കൊടുത്ത് ഇനി ഇവർക്ക് സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ ആ ഒരു ടൈമിൽ ജിറായ ഈ ഒരു റെയിൻ വില്ലേജ് വിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ നമ്മുടെ യാഹിക്കോയുടെ പ്ലാൻ പ്രകാരം ഈ ഒരു ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടി അക്കട്സക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. എന്നാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ ഫേമസ് ആകും. മറ്റുള്ള എല്ലാ വില്ലേജുകളിലും ഈ ഒരു സംഭവങ്ങളൊക്കെ അറിയാനും തുടങ്ങും. അങ്ങനെ ഇത് നോട്ടീസ് ചെയ്ത് നമ്മുടെ ഹാൻസോ ആണെങ്കിൽ യാഹിക്കോ, നാഗട്ടോ ഇവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ഈ ഹാൻസോ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാൻസോയുടെ ടീമിലുള്ള ആൾക്കാരാണ്
ആണെങ്കിൽ ഈ സമയത്ത് കോനാനെ കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാകും. അങ്ങനെ ഈ സമയം നമ്മുടെ ഹാൻസോ നാഗട്ടോയോട് പറയും, എനിക്ക് കോനാനെ വേണമെങ്കിൽ അക്കാട്സുക്കിയുടെ ലീഡർ ആയിട്ടുള്ള യാഹിക്കോയെ നീ കൊല്ലണം. അങ്ങനെ നാഗട്ടോ ആണെങ്കിൽ ആ ഒരു കുണായി എടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ യാഹിക്കോ ആണെങ്കിൽ നാഗട്ടോയുടെ അടുത്തേക്ക് ഓടിയെത്തി ആ ഒരു കുണായുടെ മേൽ യാഹിക്കോ സ്വന്തമായിട്ട് അങ്ങ് വീഴുന്നു. അങ്ങനെ യാഹിക്കോയും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാഗട്ടോയോട് പറയുന്നുണ്ട്, നീയാണ് ഇനി ഈ ലോകത്തെ രക്ഷിക്കേണ്ടത്. അങ്ങനെ തന്റെ ഉറ്റ സുഹൃത്ത് മരിച്ച ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ പുറത്തു വന്ന് റെനിഗൺ ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു സമണിംഗ് ജിറ്റ്സു വെച്ച് ഗഡോ സ്റ്റാച്ചുവിനെ കൊണ്ടുവരുന്നു. അവിടെയുണ്ടായ എല്ലാ ഷിനോബികളുടെയും സോള് വലിച്ചെടുത്ത് എല്ലാവരെയും കൊല്ലുന്ന സമയത്ത് നമ്മുടെ ഹാൻസോ ആണെങ്കിൽ ടെലിപ്പോർട്ടേഷൻ ജിറ്റ്സു വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുമുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നാഗട്ടോ പറയുന്നത്, നേരായ വഴിയിലൂടെ നമുക്ക് ഒരിക്കലും സമാധാനം കൊണ്ടുവരാൻ സാധിക്കില്ല. പീസ് കൊണ്ടുവരണമെങ്കിൽ എല്ലാം തന്റെ കൈക്കീഴിലാകണം എന്നും മനസ്സിലാക്കി നമ്മുടെ നാഗട്ടോ ആണെങ്കിൽ ഇനി ഞാൻ നാഗട്ടോ അല്ല പെയിൻ ആണ് എന്ന് പറഞ്ഞ് പുതിയൊരു അക്കാട്സുക്കി ടീം തന്നെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് തന്നെ യാഹിക്കോയുടെ ബോഡി വെച്ച് ഫസ്റ്റ് പെയിനിനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ടോട്ടല് 6 പെയിനിനെ ഇവർ ഉണ്ടാക്കും. ഇതിൽ ഓരോ പെയിനിനെ നോക്കിക്കഴിഞ്ഞാൽ ജാപ്പനീസ് മിത്തോളജിയിലെ പേരുകളാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. ദേവാ പാത്ത്, അസുര പാത്ത്, ഹ്യൂമൻ പാത്ത്, ആനിമൽ പാത്ത്, നരകാ പാത്ത് ആൻഡ് പ്രേത പാത്ത്. ഇവരാണ് 6 പെയിൻസ്. ഇതിൽ നമ്മുടെ യാഹിക്കോയുടെ ബോഡിയുള്ള പെയിനാണ് ദേവാ പാത്ത്. അങ്ങനെ അതിനുശേഷം ആദ്യം തന്നെ ഇവർ ചെയ്യുന്നത് ഹാൻസോയെ പോയി അങ്ങ് കൊന്നു കളയും. അങ്ങനെ ഇതറിഞ്ഞ വില്ലേജിലെ ആൾക്കാർ തന്നെ എല്ലാവരും പേടിച്ചു പോകുന്നു. ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ഗോഡ് ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവരും പറയാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ പെയിൻ ഈ ഒരു അക്കാട്സുക്കി ഗ്രൂപ്പിലേക്ക് പുതിയ മെമ്പേഴ്സിനെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങും. ഇറ്റാച്ചി, സാസോരി, ദെയ്തറ, നമ്മുടെ ഒബീറ്റോ ആണെങ്കിൽ ടോബി എന്ന പേരിലും, കൂടാതെ ഒറോച്ചിമാറു, ഹിഡാൻ, അങ്ങനെ എല്ലാവരും തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നു. നമ്മുടെ പെയിൻ ആണെങ്കിൽ ഇവരോടൊക്കെ പറയുന്ന ഒരേ ഒരു കാര്യം എന്നത് ഈ ഒരു വേൾഡിലുള്ള 9 ടെയിൽ ബീസ്റ്റിനെയും കളക്ട് ചെയ്ത് 10 ടെയിലിനെ റിവൈവ് ചെയ്യണം. അങ്ങനെ ഈ ഒരു 10 ടെയിൽ വെച്ച് നമുക്ക് ഈ ഒരു ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാം, സമാധാനം കൊണ്ടുവരാം എന്നായിരുന്നു പെയിനിന്റെ ലക്ഷ്യം. അങ്ങനെ ഇവരാണെങ്കിൽ 1-2 ടെയിൽ ബീസ്റ്റിനെ ഇവർ സക്സസ്ഫുള്ളി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞാണ് നമ്മുടെ ജിറയൊക്കെ അക്കാട്സുക്കിയിലുള്ള മെയിൻ ലീഡർ റെയിൽ വില്ലേജിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ഈ ഒരു അക്കാട്സുക്കിയെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി റെയിൻ വില്ലേജിൽ എത്തുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ജിറയൊക്കെ ഒരു കാര്യം മനസ്സിലാവുന്നത്, അക്കാട്സുക്കി ടീമിലുള്ള 2 പേര് തന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന കാര്യം. അതായത് നമ്മുടെ യാഹിക്കോയും കോനാനും. അങ്ങനെ ഇവർക്കിടയിലും ഒരു ഫൈറ്റ് പോകുന്നു. ഈ സമയം നമ്മുടെ ജിറയാണെങ്കിൽ ഒരുപാട് തവണ ഇവരോട് സംസാരിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ 6 പേരും ചേർന്ന് ജിറയ മാസ്റ്ററിനെ അങ്ങ് കൊന്നു കളയുന്നു. അങ്ങനെ ജിറയ മരിക്കാൻ പോകുന്ന ആ ഒരു ടൈമിലാണെങ്കിൽ തനിക്ക് ലഭിച്ച ഈ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ ആ ഒരു ടോഡിന്റെ മുകളിൽ ഒരു കോഡ് പോലെ എഴുതി വില്ലേജിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പെയിൻ ഇനി ഞാൻ തന്നെ ഡയറക്റ്റ് ലീഫ് വില്ലേജിലേക്ക് പോയി 9 ടെയിലെ ചിഞ്ചുരിക്ക് പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ 6 പെയിനും ലീഫ് വില്ലേജിൽ എത്തുന്നു. അങ്ങനെ എല്ലാ പെയിനും ലീഫ് വില്ലേജിലേക്ക് നുഴഞ്ഞു കയറി ഇവരുടെ ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു ഫൈറ്റിന്റെ എപ്പിസോഡിലാണ് നമ്മുടെ പെയിൻ വേഴ്സസ് കക്കാഷി എന്ന ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ യാഹിക്കോ പെയിൻ ആണെങ്കിൽ ഓൾമൈറ്റി പുഷ് വെച്ച് ആ ഒരു കൊനഹ വില്ലേജ് മുഴുവനായിട്ടും ഡിസ്ട്രോയ് ചെയ്യും. അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ സേജ് മോഡിൽ വന്ന് പെയിൻ വേഴ്സസ് നറൂട്ടോ എന്ന ഫൈറ്റ് നടക്കും. അങ്ങനെ ഈ ഒരു ഫൈറ്റ് ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഹിനാട്ട ആണെങ്കിൽ നറൂട്ടോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരും. ഈ സമയം നമ്മുടെ പെയിൻ ആണെങ്കിൽ ഹിനാട്ടയോ അങ്ങ് അടിച്ചിടുന്നു. അങ്ങനെ ഇത് കാണുന്ന നറൂട്ടോ ആണെങ്കിൽ ദേഷ്യം വന്ന് നറൂട്ടോയുടെ ബോഡിയിലുണ്ടായ ആ ഒരു കുറാമ പുറത്തേക്ക് വരുന്നു. ഈ സമയത്ത് നമ്മുടെ യാഹിക്കോ പെയിനിനെയും നമ്മുടെ നറൂട്ടോ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നറൂട്ടോ ഇവരുടെ ഒറിജിനൽ പെയിൻ ഇതല്ല, ഇവരെ ആരോ കൺട്രോൾ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ അവസാനം നാഗട്ടോയെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ നാഗട്ടോയോട് പറയും, ജിറയ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നീ ആ ഒരു ജിറയ മാസ്റ്ററുടെ ബുക്ക് വായിച്ചിട്ടില്ലേ, അതിലുള്ള ക്യാരക്ടർ ഞാനാണ് നറൂട്ടോ ഉസുമാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നറൂട്ടോ ഒരുവിധം കൺവിൻസ് ചെയ്യിപ്പിച്ച് നമ്മുടെ നാഗട്ടോക്ക് ആണെങ്കിൽ തന്റെ തെറ്റൊക്കെ മനസ്സിലാക്കി ഫൈനലി ഒരു ജുറ്റ്സു വെച്ച് പെയിൻ കാരണം മരിച്ചുപോയ എല്ലാ ആൾക്കാരെയും പഴയതുപോലെ ജീവനോടെ കൊണ്ടുവരുന്നു. അതോടുകൂടി നമ്മുടെ പെയിനും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ പെയിനെ പറ്റിയുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെയിനിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.